Hi dear students, welcome back to Xylem Learning. Abdullah സാറാണ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് 10th CBSE നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ പൊളിറ്റിക്കൽ സയൻസിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് എന്ത് പവർ ഷെയറിംഗ് എന്ന് പറയുന്നത് അല്ലേ. പവർ ഷെയറിംഗ് എന്നുള്ള ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അക്കോമഡേഷൻ ബെൽജിയം. അതായത് പവർ ഷെയർ ചെയ്യുന്നതിനെ കുറിച്ചാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പവർ ഷെയർ ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ഓർഗൻസിലൂടെയും ഡിഫറെൻറ്റ് ലെവൽസിലൂടെ ഒക്കെ പവർ ഷെയർ ചെയ്യുന്നതിനെ കുറിച്ചും ഡിഫറെൻറ്റ് കമ്മ്യൂണിറ്റി ഗവൺമെൻറ് ദെൻ ഡിഫറെൻറ്റ് സോഷ്യൽ ഗ്രൂപ്പ്സിലൊക്കെ പവർ ഷെയർ ചെയ്യുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ടോട്ടലി പറയുന്നത്. ഓക്കെ, ഹൊറിസോണ്ടൽ പവർ ഷെയറിംഗ്, വെർട്ടിക്കൽ പവർ ഷെയറിംഗ്, ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പവർ ഷെയറിംഗ് ഒക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ തന്നെ നമുക്ക് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നിട്ടുള്ള ഒരു എക്സാമ്പിളാണ് ബെൽജിയം അല്ലേ. എങ്ങനെയാണ് എത്നിക് എന്താ പറയുക ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കമ്മ്യൂണിറ്റിയെ എങ്ങനെയാണ് ഒരു നാഷൻ അക്കോമഡേറ്റ് ചെയ്യുന്നത്, ഒരു നാഷൻ എങ്ങനെയാണ് ആ നാഷനിലുള്ള ഡിഫറെൻറ്റ് അല്ലെങ്കിൽ ഡൈവേഴ്സിറ്റിയെ യൂണിറ്റിയോടുകൂടി മുമ്പോട്ട് കൊണ്ടുപോകുന്നത് എന്നൊക്കെയാണ് ഈ ഒരു പോർഷനിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് മറ്റേതു ഭാഗവുമല്ല, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബെൽജിയത്തെക്കുറിച്ചാണ്. ഓക്കെ, പവർ ഷെയറിംഗ് എന്നുള്ള ചാപ്റ്ററിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ 2 എക്സാമ്പിൾസാണ് നമുക്ക് ആ ഒരു ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്. ഒന്ന് ശ്രീലങ്ക, മറ്റൊന്ന് ബെൽജിയം. അപ്പോൾ ആ ബെൽജിയത്തെക്കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇന്ന് നോക്കാൻ പോകുന്നത്. നമുക്ക് വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ ബെൽജിയം എന്ന് പറയുന്ന പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യാം, ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ പഠിക്കാം. അപ്പോൾ എല്ലാ മക്കളും ഈ ഒരു ക്ലാസ് കംപ്ലീറ്റ് ആയിട്ട് കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് നേരെ പവർ ഷെയറിംഗ് എന്താണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ നമ്മൾ ഫസ്റ്റ് പറയുന്നുണ്ട് എത്നിക് കോമ്പോസിഷൻ ഓഫ് ബെൽജിയം പറയുന്ന സമയത്ത് നമുക്കിവിടെ കാണാൻ പറ്റും ദ ക്യാപിറ്റൽ സിറ്റി ഓഫ് ബ്രസീൽ. ക്യാപിറ്റൽ സിറ്റി എന്ന് പറയുന്നത് ബെൽജിയത്തിൻ്റെ എന്താണ്, ബ്രസലാണ് ക്യാപിറ്റൽ സിറ്റി. അവിടെ 80% ആരാണ്, ഫ്രഞ്ച് സ്പീക്കിംഗ് കമ്മ്യൂണിറ്റി ആണ്. ദെൻ റിമൈൻ 20% ഡച്ച് സ്പീക്കേഴ്സ് ആണ് എവിടെ ഉള്ളത്, ബെൽജിയത്തിൻ്റെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള ബ്രസലിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി ഫ്ലെമിഷ് റീജിയനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 59% ആണ് ഡച്ച് സ്പീക്കിംഗ് കമ്മ്യൂണിറ്റി ആണ്. അതുപോലെ തന്നെ വെലോണിയ റീജിയനിൽ നോക്കുകയാണെങ്കിൽ 40% എന്താണ്, ഫ്രഞ്ച് സ്പീക്കിംഗ് കമ്മ്യൂണിറ്റി ആണ് നമുക്ക് കാണാൻ പറ്റും. ദെൻ റിമൈൻ 1% എന്ന് പറയുന്നത് ജർമ്മൻ സ്പീക്കിംഗ് കമ്മ്യൂണിറ്റി ആണ്. അപ്പോൾ ഇവിടുത്തെ എത്നിക് ഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് ലാംഗ്വേജ് സ്പീക്കേഴ്സ് ആണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലേ. ഏതൊക്കെയാണ്, ഫ്രഞ്ച്, ഡച്ച് ആൻഡ് ജർമ്മൻ സ്പീക്കേഴ്സ് ആണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ബെൽജിയം എന്ന് പറയുന്ന ഒരു നാഷനകത്ത് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ പറയുന്ന എൻറ്റയർ നാഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടുത്തെ മെജോറിറ്റി ആരാണ്, ഡച്ച് സ്പീക്കേഴ്സ് ആണ് അല്ലേ. എൻറ്റയർ നാഷൻ നോക്കുകയാണെങ്കിൽ അവിടുത്തെ മെജോറിറ്റി ആരാണ്, ഡച്ച് സ്പീക്കേഴ്സ് ആണ് നമുക്ക് കാണാൻ പറ്റും. അറ്റ് ദ സെയിം ടൈം ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള ബ്രസൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ആരാണ്, ഫ്രഞ്ച് സ്പീക്കേഴ്സ് ആണ് എന്ത് ചെയ്യുക അവിടുത്തെ മെജോറിറ്റി. ബിക്കോസ് ഫ്രഞ്ച് അവിടെ എത്ര 80% ഫ്രഞ്ച് സ്പീക്കേഴ്സ് ആണ് അല്ലേ. അപ്പോൾ എൻറ്റയർ നാഷൻ നോക്കുകയാണെങ്കിൽ അവിടെ ഡച്ച് സ്പീക്കേഴ്സ് ആണ് മെജോറിറ്റി. ബിക്കോസ് 59% ആരുണ്ട്, ഡച്ച് സ്പീക്കേഴ്സ് ആണ് ബെൽജിയത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അറ്റ് ദ സെയിം ടൈം ക്യാപിറ്റൽ സിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടുത്തെ മെജോറിറ്റി എന്ന് പറയുന്നത് ഫ്രഞ്ച് സ്പീക്കേഴ്സ് ആണ്. 80% ഫ്രഞ്ച് സ്പീക്കേഴ്സ് എവിടെയാണ്, ഈ പറയുന്ന ബ്രസലിലാണ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു അവസ്ഥയാണ് ബെൽജിയത്തിലുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് എന്താ സാറേ പ്രശ്നം, ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ ഡിഫറെൻറ്റ് കമ്മ്യൂണിറ്റി ഇല്ലേ, ഡിഫറെൻറ്റ് ലാംഗ്വേജസ് ഇല്ലേ, ഡിഫറെൻറ്റ് റിലീജിയസ് ഫോളോവേഴ്സ് ഇല്ലേ, ഇവിടെ അത്തരം പ്രശ്നങ്ങളുണ്ടോ എന്നായിരിക്കും മക്കൾ വിചാരിക്കുക. അപ്പോൾ ഇന്ത്യയെ പോലെ തന്നെ ബെൽജിയവും ഈ പറയുന്ന പ്രോബ്ലത്തിനൊക്കെ എങ്ങനെയാണ് സൊല്യൂഷൻ, അല്ലെങ്കിൽ ഈ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് തമ്മിൽ എപ്പോഴും എന്തുണ്ടാവും, ഒബ്വിയസ്ലി മൈനോറിറ്റി മെജോറിറ്റി തമ്മിൽ അല്ലെങ്കിൽ ഹാവ് ആൻഡ് ഹാവ് നോട്ട് തമ്മിൽ, റിച്ച് പുവർ തമ്മിൽ എന്തുണ്ടാവും, ഒരു കോൺഫ്ലിക്റ്റിനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് റിഡ്യൂസ് ചെയ്തത് എന്നും ബെൽജിയത്തിൽ അങ്ങനെയുള്ള കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതും നമ്മൾ എന്ത് ചെയ്യാനുണ്ട്, ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇവിടെ നമുക്ക് ഫസ്റ്റ് കാണാൻ പറ്റും 1950-60s പീരീഡ് എന്തുണ്ടായിട്ടുണ്ട്, ബെൽജിയത്തിൽ വലിയ രീതിയിലുള്ള പ്രോബ്ലംസ് കാണാൻ പറ്റും, വിസിബിൾ ആയിരുന്നു. കാരണം വേറൊന്നുമല്ല, ഈ പറയുന്നത് പോലെ തന്നെ ഫ്രഞ്ച് സ്പീക്കേഴ്സ് ആണ് ബ്രസലിൽ മെജോറിറ്റി എന്ന് പറഞ്ഞു അല്ലേ. എൻറ്റയർ നാഷൻ നോക്കുകയാണെങ്കിൽ അവർ മൈനോറിറ്റിയാണ്, അവരായിരുന്നു റിച്ച് ആൻഡ് പവർഫുൾ. അപ്പോൾ ഫ്രഞ്ച് സ്പീക്കേഴ്സ് ആയിരുന്നു ബെൽജിയത്തിലെ റിച്ച് ആൻഡ് പവർഫുൾ എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ദർ മൈനോറിറ്റി, എൻ്റയർ നാഷൻ നോക്കുകയാണെങ്കിൽ അവർ മൈനോറിറ്റിയാണ്, പക്ഷെ അവരായിരുന്നു റിച്ചും പവർഫുൾ ആയിട്ടുള്ള ഗ്രൂപ്പ്. അതുപോലെ തന്നെ ഈ പറയുന്ന ഡച്ച് സ്പീക്കേഴ്സിന് ഈ പറയുന്ന എഡ്യൂക്കേഷൻ ആണെങ്കിലും ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ആണെങ്കിലും എല്ലാം കുറച്ച് ലേറ്റ് ആയിട്ടാണ്, കുറച്ച് സ്ലോ ആയിട്ടാണ് എന്ത് ചെയ്തിരുന്നത്, അവയിലായിരുന്നു നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഈ ക്യാപിറ്റൽ ഫ്രഞ്ചും അതുപോലെ തന്നെ എൻ്റയർ നാഷനിൽ ഡച്ചും ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവർക്കിടയിൽ എന്തുണ്ടായി, 1950-60s പീരീഡ് എന്തുണ്ടായിരുന്നു, പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, ലിംഗ്വിസ്റ്റിക് ബേസിൽ ഉണ്ടായിരുന്നു, പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ഈ പറയുന്ന ഹാവ് ആൻഡ് ഹാവ് നോട്ട് അല്ലെങ്കിൽ റിച്ച് പൂർ, അപ്പോൾ തന്നെ മെജോറിറ്റി മൈനോറിറ്റി എന്നുള്ള രീതിയിലുള്ള പ്രോബ്ലംസ് ഏത് കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്, 1950s and 60s പീരീഡ് എവിടെ ഉണ്ടായിട്ടുണ്ട്, നമ്മുടെ ബെൽജിയത്തിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ബെൽജിയത്തിൻ്റെ ലീഡേഴ്സ് ഇങ്ങനെ കയ്യും കെട്ടി നോക്കി നിന്നില്ല ശ്രീലങ്കയെ പോലെ. ബെൽജിയത്തിൻ്റെ ലീഡേഴ്സ് എന്ത് ചെയ്തു, പ്രോപ്പറായിട്ടും ഒരു എന്താ പറയുക സൊല്യൂഷൻ കണ്ടെത്തി എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതെന്തൊക്കെയാണ് എന്നാണ് നമുക്ക് നോക്കുന്നത്. അക്കോമഡേഷൻ ഇൻ ബെൽജിയം. ബെൽജിയം എന്താണ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള വേസിലൂടെയാണ്
ബെൽജിയം എന്ത് ചെയ്ത് ഈ പറയുന്ന ഡിഫറെൻറ്റ് എത്നിക് ഗ്രൂപ്പ്സ് തമ്മിലുള്ള പ്രോബ്ലം സോൾവ് ചെയ്തത് 1970s to 1993 വരെയുള്ള പീരീഡ് ബെൽജിയത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, കുറേ അധികം ലോട്ട്സ് ഓഫ് ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡഡ് ഇൻ 4 times. ബെൽജിയം എന്ത് ചെയ്തു മക്കളെ, ഈ ഒരു പീരീഡ് അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ 4 times അമെൻമെൻറ്റ് ചെയ്തു, ചേഞ്ചസ് കൊണ്ടുവന്നു. ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷനിൽ അവിടെ എല്ലാ ആളുകളെയും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക്, എല്ലാ ആളുകൾക്കും ആക്സെപ്റ്റബിൾ ആവുന്ന രീതിയിലേക്ക്, എല്ലാ ആളുകൾക്കിടയിലും യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് എന്ത് ചെയ്തു, അവരുടെ കോൺസ്റ്റിറ്റ്യൂഷനിലടക്കം എന്ത് കൊണ്ടുവന്നു, ചേഞ്ചസ് കൊണ്ടുവന്നു. അതാണ് നമ്മൾ പറയുന്നത് 4 times, 1-2 പ്രാവശ്യമല്ല 4 പ്രാവശ്യമാണ് ലീഡേഴ്സ് എന്തിന് റെഡി ആയത്, കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റിന് വേണ്ടി റെഡി ആയത് എന്ന് നമുക്ക് കാണാൻ പറ്റും. ബിക്കോസ് എല്ലാ ആളുകളെയും ഉൾക്കൊള്ളണം, എല്ലാ ആളുകളെയും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റണം, എല്ലാ ആളുകളുടെയും പ്രോബ്ലംസ് എന്ത് ചെയ്യാൻ പറ്റണം, അഡ്രസ്സ് ചെയ്യാൻ പറ്റണം, എല്ലാ ആളുകളുടെയും ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റണം. ഇത് തന്നെയായിരുന്നു ബെൽജിയത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ എന്താ പറയുക റെസ്പോൺസിബിലിറ്റി, അല്ലെങ്കിൽ അവരെത്രത്തോളം അവരുടെ എയിം എന്ന് നമുക്ക് കാണാൻ പറ്റും. അവിടെ തന്നെ റെസ്പോൺസിബിൾ ആയിട്ടായിരുന്നു എന്ത് ചെയ്തിരുന്നത്, അവർ ബിഹേവ് ചെയ്തിരുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ തന്നെ അവരുടെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് ഒക്കെ ആയിരുന്നു. നമ്മളിവിടെ പറയുന്നുണ്ട് ദ അറേഞ്ച്മെൻറ്റ് ദേ മേഡ് വാസ് ഡിഫറെൻറ്റ് ആൻഡ് ഇന്നോവേറ്റീവ്. അവരോടുള്ള അറേഞ്ച്മെൻറ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന പ്രോബ്ലം സോൾവ് ചെയ്യാൻ അവർ കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള, കുറച്ചും കൂടി ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസാണ് ആര് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്, ബെൽജിയത്തിലെ ലീഡേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് എങ്ങനെയൊക്കെയാണ് എന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് നോക്കാം എന്തൊക്കെ എലമെൻറ്റ്സ് ആണ് ബെൽജിയം സ്വീകരിച്ചിട്ടുള്ളത് നമുക്ക് നോക്കാം. സെൻട്രൽ ഗവൺമെൻറ് ഈക്വൽ മെമ്പേഴ്സ് ഓഫ് മിനിസ്റ്റേഴ്സ് ഫ്രം ഡച്ച് ആൻഡ് ഫ്രഞ്ച് സ്പീക്കേഴ്സ്. ഈ സെൻട്രൽ ഗവൺമെൻറ്റിൽ ഡച്ച് സ്പീക്കേഴ്സിനും ഫ്രഞ്ച് സ്പീക്കേഴ്സിനും ഈക്വൽ നമ്പർ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ത് ചെയ്തു, എൻഷുർ ചെയ്തു എന്നുള്ളതാണ് ഫസ്റ്റ് വൺ. Then powers of the central government have been given to the state government like federalism. സെൻട്രൽ ഗവൺമെൻറ് പവേഴ്സ് ആർക്ക് കൂടി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു, സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്ക് കൂടി കൊടുത്തു. നമ്മുടെ ശ്രീലങ്ക റെഡി ആവാതിരുന്ന ഒരു കാര്യം അല്ലേ, ശ്രീലങ്കയിലെ തമിഴ് സ്പീക്കേഴ്സ് എന്ത് ഡിമാൻഡ് ചെയ്തിരുന്നു, വി വാണ്ട് അവർ ഓൺ എന്ത് വേണം, ടെറിട്ടറിയിൽ ഓട്ടോണമി വേണം എന്ന് ആരാവശ്യപ്പെട്ടിരുന്നു, തമിഴ് സ്പീക്കേഴ്സ് ശ്രീലങ്കയിൽ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ബെൽജിയം അത് പ്രോപ്പറായിട്ട് എന്ത് ചെയ്തു എന്നുള്ളതാണ്. ഈ പറയുന്ന സ്റ്റേറ്റുകൾക്കൊക്കെ എന്ത് കൊടുത്തു, മാക്സിമം പവേഴ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു, ലൈക്ക് എ ഫെഡറൽ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് കാണാൻ പറ്റും. ദെൻ സ്റ്റേറ്റ് ഗവൺമെൻറ് നോട്ട് സബോർഡിനേറ്റ് ടു ദ സെൻട്രൽ ഗവൺമെൻറ്. ഫെഡറലിസത്തിൻ്റെ ഏറ്റവും വലിയ ഫീച്ചറാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് എന്തല്ല, സെൻട്രൽ ഗവൺമെന്റ് സബോർഡിനേറ്റ് അല്ല. സ്റ്റേറ്റ് ഗവൺമെന്റ് ദെയർ ഓൺ പവേഴ്സ് ഉണ്ട്, ദെയർ ഓൺ ജുറിസ്ഡിക്ഷൻ ഉണ്ട് അല്ലേ. നമ്മൾ ഫെഡറലിസം എന്ന് പറയുന്നത് സെക്കൻഡ് ചാപ്റ്ററിൽ അത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട് അല്ലേ. ദെൻ ബ്രസീൽ ബോത്ത് ദ കമ്മ്യൂണിറ്റീസ് ഹാവ് ഈക്വൽ റെപ്രസെന്റേറ്റീവ്സ്. ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള ബ്രസീലാണെങ്കിലും ബോത്ത് കമ്മ്യൂണിറ്റീസിന് എന്ത് കൊടുത്തു, ഈക്വൽ റെപ്രസെൻറ്റേറ്റീവ്സ് കൊടുത്തു. ഇങ്ങനെ എല്ലാ ആളുകളെയും എന്ത് കൊടുത്തു, എല്ലാ ആളുകൾക്കും ഈ പറഞ്ഞ റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ട് ചൂസ് ചെയ്തു. അല്ലെങ്കിൽ മിനിസ്ട്രിയിലൊക്കെ അവർക്ക് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്തു. ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ പീപ്പിൾസിന് എന്ത് തോന്നും, യെസ് വി ആർ പാർട്ട് ഓഫ് ദിസ് നാഷൻ. അതിപ്പോൾ മൈനോറിറ്റി ആണെങ്കിലും മെജോറിറ്റി ആണെങ്കിലും അല്ലേ, എല്ലാ ആൾക്കും എന്ത് തോന്നും, നമ്മൾ ഈ രാജ്യത്തിൻ്റെ ഭാഗമാണ്. ഇല്ല ഒരു പെർട്ടിക്കുലർ റിലീജിയൻ അല്ലെങ്കിൽ പെർട്ടിക്കുലർ ലാംഗ്വേജിനാണ് മോർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നെങ്കിൽ എന്ത് തോന്നും, വി ആർ നോട്ട് പാർട്ട് ഓഫ് ദിസ് നാഷണൽ അല്ലെങ്കിൽ ഫീലിംഗ് ഓഫ് അലൈനേഷൻ നമ്മൾ ശ്രീലങ്കയിലൊക്കെ പറഞ്ഞതുപോലത്തെ ഒരു സിറ്റുവേഷൻ തോന്നും അല്ലേ. അപ്പോൾ ഇവിടുത്തെ ആളുകൾക്ക് എന്ത് തോന്നി, യെസ് എല്ലാ ആളുകൾക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റിയാണ്. ഇവിടെ എന്ത് ചെയ്യുന്നില്ല, നാഷണൽ ഒരു പെർട്ടിക്കുലർ റിലീജിയനും എന്ത് ചെയ്യുന്നില്ല, പ്രൊമോട്ട് ചെയ്യുന്നില്ല. അപ്പോൾ എല്ലാ ആളുകൾക്കും ഓക്കെ ആവും. കാരണം അപ്പോൾ എല്ലാ ആളുകൾക്കിടയിൽ എന്തുണ്ടാവും, യൂണിറ്റി ഉണ്ടാവും. ഒരാൾക്ക് കൂടുതൽ കൊടുക്കുന്നു, ഒരാൾക്ക് കുറവ് കൊടുക്കുമ്പോൾ കൂടുതൽ കൊടുക്കുന്ന ആളുകളോട് എന്തുണ്ടാവും, ഒരു അസൂയൊക്കെ ഉണ്ടാവും. പക്ഷെ ഇവിടെ അതിനൊന്നും ആവശ്യമില്ല, എല്ലാ ആൾക്കും ഒരുപോലെ തന്നെയാണ് ബെൽജിയം കൊടുത്തത്. അഡീഷണലായിട്ട് ഇന്നോവേറ്റീവ് ആയിട്ട് കാര്യം ചെയ്തു എന്ന് പറഞ്ഞതാണ് നമ്മളിവിടെ കാണാൻ പറ്റുന്നത്. കമ്മ്യൂണിറ്റി ഗവൺമെൻറ് കൊണ്ടുവന്നു എന്നുള്ളതാണ്. കമ്മ്യൂണിറ്റി ഗവൺമെൻറ് അല്ലെങ്കിൽ തേർഡ് ഗവൺമെൻറ് കൂടി കൊണ്ടുവന്നു. നമ്മൾ പറഞ്ഞ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും അല്ല, അതൊരു തേർഡ് ഗവൺമെൻറ് കൂടി ആര് ഇൻട്രൊഡ്യൂസ് ചെയ്തു, ബെൽജിയം ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതാണ് കമ്മ്യൂണിറ്റി ഗവൺമെൻറ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ഈ പറഞ്ഞ പോലെ തന്നെ കമ്മ്യൂണിറ്റി ഗവൺമെൻറ്റിലേക്ക് വേണ്ടി ആളുകളെ സെലക്ട് ചെയ്യാൻ, ലീഡേഴ്സിനെ സെലക്ട് ചെയ്യാൻ എന്ത് നടത്തി, ഇലക്ഷൻസ് നടത്തി. ദെൻ നമുക്ക് കാണാൻ പറ്റും ഡൺ ബൈ ദ പീപ്പിൾ ബിലോങ് ദ സെയിം ലാംഗ്വേജ് കമ്മ്യൂണിറ്റി റിഗാർഡ്ലെസ് ഓഫ് ദേ വെയർ ലീവ്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ലാംഗ്വേജിൻ്റെ ആളുകൾക്ക് എന്ത് ചെയ്യാം, അവർക്ക് വേണ്ടി വോട്ട് ചെയ്യാം. അവരെവിടെ താമസിക്കുന്നതല്ല, അവർ ഏത് ലാംഗ്വേജ് സ്പീക്കേഴ്സാണ് അതിനനുസരിച്ച് എന്ത് ചെയ്യാം, അവരുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി അവർക്ക് എന്ത് ചെയ്യാം, വോട്ട് ചെയ്യാം. അവരുടെ ലിംഗ്വിസ്റ്റിക് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി എന്ത് ചെയ്യാം, അവർക്ക് വോട്ട് ചെയ്യാം എന്ന രീതിയിലേക്ക് എന്ത് ചെയ്തു, ഒരു വോട്ടിംഗ് സിസ്റ്റം കൊണ്ടുവന്നു. ദ കമ്മ്യൂണിറ്റി ഗവൺമെന്റ് ഹാസ് ദ പവർ റിഗാർഡിംഗ് കൾച്ചർ, എഡ്യൂക്കേഷൻ ആൻഡ് ലാംഗ്വേജ് റിലേറ്റഡ് ഇഷ്യൂസ്. കമ്മ്യൂണിറ്റി ഗവൺമെന്റിന് അൺലിമിറ്റഡ് ആയിട്ടുള്ള പവേഴ്സ് ഒന്നും പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് കമ്മ്യൂണിറ്റി ഗവൺമെന്റ് ആണല്ലേ. അപ്പോൾ കമ്മ്യൂണിറ്റി ഗവൺമെന്റ് എന്ത് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾക്കായിരുന്നു, കൾച്ചർ, എഡ്യൂക്കേഷൻ, ലാംഗ്വേജ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് കമ്മ്യൂണിറ്റി ഗവൺമെൻറ് എന്ത് ചെയ്യാം, ഡിസിഷൻസ് മേക്ക് ചെയ്യാം. ഇങ്ങനെയുള്ള പവേഴ്സ് ആർക്ക് കൊടുത്തു, കമ്മ്യൂണിറ്റി ഗവൺമെൻറ് കൊടുത്തു. അപ്പോൾ ഈ പ്രശ്നമാണ് നമ്മുടെ ലാംഗ്വേജ് ഗ്രൂപ്പിന് ഓൺ ഗവൺമെൻറ് ഉണ്ട് എന്നൊരു ഫീലിംഗ് ഉണ്ടാവുകയാണ്. അപ്പോൾ അത് കുറച്ചും കൂടി എന്ത് ചെയ്യും, അവിടുത്തെ ആളുകൾക്ക് കുറച്ചും കൂടി ആക്റ്റീവായിട്ട് തന്നെ നാഷണലിൻ്റെ ഗ്രോത്തിന് വേണ്ടി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കാരണമാവും. ദെൻ
If Europe come together from form European Union, Brazil was chosen as its headquarters. European Union ഫോം ചെയ്തപ്പോൾ എന്തായിരുന്നു അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ട് ചൂസ് ചെയ്തിരുന്നത്? ബ്രസീൽ ആയിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ബ്രസീൽ ആയിരുന്നു അവർ ചൂസ് ചെയ്തിരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് ചെയ്യുകയാണെങ്കിൽ അവർ ബ്രസീൽ ചൂസ് ചെയ്യുമെന്ന് പറയുന്ന പോലെ തന്നെ യെസ്, ഈ പറഞ്ഞ പോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ ഫോം ചെയ്തപ്പോൾ അവരുടെ എന്താ പറയുക ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ട് ബ്രസീൽ ആയിരുന്നു അവർ ചൂസ് ചെയ്തിരുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ബെൽജിയം എന്ന് പറയുന്ന ടോപ്പിക്, നമ്മുടെ പവർ ഷെയറിംഗ് എന്നുള്ള ചാപ്റ്ററിൽ ബെൽജിയം എന്ന ടോപ്പിക് മക്കൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നത്. ഇത്ര കാര്യങ്ങൾ അവിടെ നമുക്ക് പഠിക്കാനുള്ളൂ, അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ബെൽജിയം എന്നുള്ള ടോപ്പിക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നത്. ഇതുപോലെ ശ്രീലങ്കയാണെങ്കിലും അല്ലെങ്കിൽ മറ്റു ഭാഗങ്ങളൊക്കെ ആയിട്ട് ഇനിയും ഞാൻ വരുന്നതാണ്. അപ്പോൾ മക്കൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ എന്ത് ചെയ്യുക, താഴെ കമൻറ്റ് ബോക്സിൽ ഇൻഫോം ചെയ്യുക. അടുത്ത ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഓൾ, ബൈ.